ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പഞ്ചദീപം ഓയിലിനെ കുറിച്ചിട്ടാണ്. എന്തൊക്കെയാണ് ഈ ഒരു ഓയില്, ഈ ഓയിൽ യൂസ് ചെയ്തിട്ട് വിളക്ക് തെളിയിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഹിന്ദു സംസ്കാരത്തില് വിളക്ക് തെളിയിക്കുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പഞ്ചദീപം ഓയിൽ എന്ന് പറയുന്നത് 5 എണ്ണകളെ മിക്സ് ചെയ്തിട്ട് നമ്മൾ തെളിയിക്കുന്ന വിളക്കാണ് പഞ്ചദീപം ഓയിൽ എന്ന് പറയുന്നത്. 5 എണ്ണകള് ഒരേ അളവിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് പഞ്ച ഓയില്. ഒരേ അളവിലായിരിക്കണം ഈ ഒരു 5 എണ്ണകളും നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഭഗവാന് സമർപ്പിക്കുന്ന എണ്ണ 5 ഓയിലുകളുടെ മിശ്രിതമായിരിക്കും. ഈ 5 എണ്ണ ഏതൊക്കെയാണെന്ന് നോക്കാം. നെയ്യ്, നല്ലെണ്ണ, വെളിച്ചെണ്ണ, ആവണക്കെണ്ണ, ഇലുപ്പൈ എണ്ണ. ഈ 5 എണ്ണകൾ ചേർന്നിട്ടാണ് നമ്മൾ ദീപം തെളിയിക്കുന്നത്. കോയമ്പത്തൂരുള്ള ഒരു ഫാമിലി ഫ്രണ്ടാണ് നമ്മളുടെ അടുത്ത് ഈ ഒരു എണ്ണയെ പറ്റി പറയുന്നത്. അവിടെയൊക്കെ അമ്പലങ്ങളിലും വീടുകളിലും ഒക്കെ ഇപ്പോൾ ഈ എണ്ണ യൂസ് ചെയ്തിട്ടാണ് 5 തരം എണ്ണകൾ മിക്സ് ചെയ്തിട്ടാണ് വിളക്ക് കത്തിക്കുന്നത്. അവിടെ അമ്പലങ്ങളിലൊക്കെ കർപ്പൂരം ഒഴിവാക്കിയിട്ട് ഈ ഒരു പഞ്ച ഓയിൽ വെച്ചിട്ടാണ് വിളക്ക് തെളിയിക്കുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്തു, പലരോടും ചോദിച്ചു, അങ്ങനെ കിട്ടിയ അറിവുകളാണ്. ഇപ്പൊ ഞാനും ഈ ഒരു എണ്ണ യൂസ് ചെയ്തിട്ടാണ് വിളക്ക് തെളിയിക്കുന്നത്. ദിവസവും ഈ ഒരു എണ്ണ വെച്ച് വിളക്ക് തെളിയിച്ചാൽ വളരെ ഉത്തമമാണ്, വളരെ നല്ലതാണ്. വീടിന് നല്ലൊരു പോസിറ്റിവിറ്റിയും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവുന്നതാണ്. ദീപം എന്ന് പറയുന്നത് ഒരു ജ്ഞാനത്തിന്റെ പ്രതീകമാണ്. അത് അജ്ഞതയുടെ ഇരുട്ട് നീക്കിയിട്ട് പ്രകാശം തെളിയിക്കുന്നു. ഇത് നമ്മുടെ വീടുകളില് സുഖവും ഐശ്വര്യവും ശാന്തിയും സമാധാനവും ഒക്കെ കൊണ്ടുതരുന്നു. നമ്മുടെ കുടുംബത്തിൽ വന്നു ചേർന്നിട്ടുള്ള ദോഷങ്ങള്, പിന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകള്, കടബാധ്യത ഒക്കെ തീരാന് ഈ ഒരു പഞ്ചദീപം ഓയിൽ കൊണ്ടുള്ള വിളക്ക് വെക്കുന്നത് വളരെ നല്ലതാണ്. നെയ്യ് യൂസ് ചെയ്തിട്ട് വിളക്ക് തെളിയിച്ചാല് അഗ്നിയെ ശുദ്ധീകരിക്കും, നമ്മുടെ മനസ്സില് സമാധാനവും ശാന്തിയൊക്കെ ലഭിക്കുന്നതാണ്. ദീപത്തില് നെയ്യ് ഉപയോഗിക്കുന്നത് ജ്ഞാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒക്കെ ഒരു പ്രതീകമാണ്. നല്ലെണ്ണ ദോഷപരിഹാരത്തിന് അത്യുത്തമമാണ്. ശാപം, നക്ഷത്ര ദോഷം ഇതൊക്കെ മാറാന് നല്ലെണ്ണ വളരെ നല്ലതാണ്. നല്ലെണ്ണ യൂസ് ചെയ്തിട്ട് വിളക്ക് തെളിയിച്ചാല് ആ ദീപം വളരെ അധികം നേരം അത് തെളിഞ്ഞു നിൽക്കുന്നതായിരിക്കും. പിന്നെ വെളിച്ചെണ്ണ ശുദ്ധമായ പ്രകൃതിദത്ത ഓയിലാണ്. നമ്മുടെ കേരള സംസ്കാരത്തില് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഓയിലാണ് വെളിച്ചെണ്ണ. കോക്കനട്ട് ഓയില് പോസിറ്റീവ് എനർജിയെ ഇൻവൈറ്റ് ചെയ്യുന്നു, നമ്മുടെ സറൗണ്ടിങ്സിനെ പ്യൂരിഫൈ ചെയ്യും. കോക്കനട്ട് ഓയിലിന്റെ ആ ഒരു സുഗന്ധവും അതിൽ നിന്ന് വരുന്ന ആ ഒരു നാളവും നമ്മളുടെ മനസ്സിനെ ഏകാഗ്രതയാക്കുന്നു, നമ്മുടെ പ്രാർത്ഥനയിലുള്ള കോൺസെൻട്രേഷൻ വർദ്ധിക്കുന്നു. മഹാവിഷ്ണുവിന്റെയും ലക്ഷ്മിയുടെയും അയ്യപ്പന്റെ ഒക്കെ ബ്ലെസ്സിങ്ങിന് കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് വിളക്ക് വെക്കുന്നത് വളരെ നല്ലതാണ്. ഇലുപ്പൈ എണ്ണ നെഗറ്റീവ് എനർജീനെ റിമൂവ് ചെയ്യുന്നു. ലക്ഷ്മി ദേവിയുടെ ബ്ലെസ്സിങ് ആണ് ഈ ഒരു എണ്ണ കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. അതുവഴി നമ്മുടെ ഫാമിലിയിലെ വെൽത്തും പ്രോസ്പറസും ഒക്കെ ലഭിക്കുന്നതാണ്. നമ്മുടെ പൂജാ റൂമില് ഒരു സ്പിരിച്വൽ വൈബ്രേഷൻ നമുക്ക് ലഭിക്കും. ആവണക്കെണ്ണയുടെ ഫ്ലെയിം ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യും, നെഗറ്റീവ് എനർജിയെ റിമൂവ് ചെയ്യും, നമ്മളെയും നമ്മുടെ സറൗണ്ടിങ്സും ഒക്കെ പ്യൂരിഫൈ ചെയ്യും. ലക്ഷ്മി ദേവിയെ അട്രാക്ട് ചെയ്യാൻ ആവണക്കെണ്ണ വളരെ നല്ലതാണ്. വൈകുന്നേരങ്ങളിൽ ദീപം തെളിയിക്കാൻ ആവണക്കെണ്ണ യൂസ് ചെയ്താൽ വളരെ ഉത്തമമാണ്. ഈ ഒരു എണ്ണ നമ്മുടെ സ്റ്റെബിലിറ്റി, സ്ട്രെങ്ത് എല്ലാം കൂട്ടുന്നതായിരിക്കും. നമ്മളിലുള്ള കരിങ്കണ്ണ്, പിന്നെ ദുഷ്ടശക്തികളുടെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ ആവണക്കെണ്ണ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. തമിഴ്നാട്ടിലൊക്കെ മില്ലില് ഈ എണ്ണകളെല്ലാം ഒരേപോലെ മിക്സ് ചെയ്ത് കൊടുക്കും. പക്ഷെ ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ ഈ എണ്ണകൾ അങ്ങനെ ലഭിക്കുന്നില്ല. അപ്പോൾ എന്നോട് അവർ പറഞ്ഞത് ദീപം ഓയില് ഇങ്ങനെയാണ് വരുന്നത്, അതിൽ 5 എണ്ണ മിക്സ് ചെയ്തിട്ടാണ് ദീപം ഓയിൽ വരുന്നത്, അത് വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ദീപം ഓയിലാണ്. പിന്നെ ആമസോണില് ഓം ഭക്തി എന്നോ പറഞ്ഞിട്ട് വേറൊരു ഓയിലും കൂടെ ലഭ്യമാണ്, 5 ഓയിലുകളുടെ മിക്സ്ചർ. അതും നല്ല ഒരു സ്മെല്ലാണ് കേട്ടോ. അത് ആ ഒരു ബോട്ടിൽ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്.
അപ്പോൾ ഈ ഒരു 5 എണ്ണകളും മിക്സ് ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ തെളിയിക്കുകയാണെങ്കിൽ നല്ലൊരു സുഗന്ധവും ഒരു ആത്മീയത, നമ്മുടെ വീട് മൊത്തം ഒരു പീസ്ഫുൾ ആംബിയൻസ് ആയിരിക്കും, നല്ലൊരു ഫ്രാഗ്രൻസ് ആയിരിക്കും, നല്ലൊരു പോസിറ്റിവിറ്റി തന്നെ നമുക്ക് ഇങ്ങനെ ദീപം തെളിയിക്കുന്നതുകൊണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ താല്പര്യമുള്ളവരെ ഈ ഒരു ഓയിൽ യൂസ് ചെയ്തിട്ട് വിളക്ക് തെളിയിച്ച് നോക്കൂ. നിങ്ങൾക്ക് നല്ലൊരു മാറ്റവും സമാധാനവും അത് തെളിയിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു പ്രൊമോഷണൽ വീഡിയോ ഒന്നല്ല കേട്ടോ. ആകെ കുറച്ച് സബ്സ്ക്രൈബേഴ്സുള്ള എനിക്ക് ആര് പ്രൊമോഷൻ തരാനാ? അപ്പം ഞാൻ ചെയ്യുന്ന കാര്യം നിങ്ങളോട് പറഞ്ഞേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ ഒരു എണ്ണ വാങ്ങുമ്പോൾ നിങ്ങൾ അതിൽ നോക്കണം കേട്ടോ, എന്തൊക്കെ ഓയിലാണ് അതിന് മിക്സ് ആയിരിക്കുന്നതെന്ന് നോക്കണം. ചിലതിൽ റൈസ് ബ്രാൻഡ് ഓയിൽ മിക്സ് ആയിട്ടുണ്ട് ഗീക്ക് പകരം കേട്ടോ. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്യണം. അതിന്റെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ നോക്കിയാൽ മതി. ആമസോണിൽ അവൈലബിൾ ആണ്. പഞ്ചദീപം ഓയിൽ എന്ന് അടിച്ചു കൊടുത്താൽ കുറേ ബ്രാൻഡ് വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മേടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരേ അളവിൽ മിക്സ് ചെയ്തിട്ടും യൂസ് ചെയ്യാം. അപ്പൊ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.